ഫൈൻ. ആൻഡ് ദ ലാസ്റ്റ് ഹെഡിങ് പോളറൈസ്ഡ് ലെൻസ്. ഇതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ആൻറ്റി ഗ്ലെയർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ ആൻറ്റി ഗ്ലെയർ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഡേ ടൈമിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ, രാവിലെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളെ കാറിൻ്റെ ബോണറ്റിലോ അല്ലെങ്കിൽ എതിരെ വരുന്ന കാറിന്, അല്ലെങ്കിൽ വേണ്ട ഈ റോഡ് നടുക്ക് വെള്ളമൊക്കെ ഉണ്ടാവും, ഈ വെള്ളത്തിലൊക്കെ ഈ ലൈറ്റ് റേസ് തട്ടിയിട്ട് യാതൊരുവിധ പോളറൈസേഷൻ ഇല്ലാതെ കണ്ണിലൊക്കെ അടിക്കുമ്പോൾ ഒരുപാട് ഗ്ലെയർ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ബ്ലൈൻഡിങ് ഗ്ലെയർ. ഇത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടി. ഇവിടെ പോളറൈസ്ഡ് ലെൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഫിലിമാണ്, ഇപ്പുറത്തൊരു ലെൻസ് ഉണ്ടാവും, സെൻട്രൽ ഒരു ഫിലിം ഉണ്ടാവും. ഓക്കെ, ഈ ഫിലിം ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈറ്റ് റേസിനെ ബ്ലോക്ക് ചെയ്യും, വെർട്ടിക്കലിനെ മാത്രം കടത്തി വിടും. ഒരു ഉദാഹരണം പറയാം. ഇതാണ് ഫിലിം എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇത് ജയിലിൻ്റെ അഴികളാണെന്ന് വിചാരിക്കുക, ജയിലിൻ്റെ അഴികൾ. ഇത് ലാത്തിയാണെന്ന് വിചാരിക്കുക. എനിക്കെന്ത് ചെയ്യുക, വെർട്ടിക്കലായിട്ട് കടത്തിവിടാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഹൊറിസോണ്ടലായിട്ട് കടത്താൻ ഞാൻ ശ്രമിച്ച ബ്ലോക്കായി പോയില്ലേ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ പോളറൈസ്ഡ് ലെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോളറൈസ്ഡ് ലെൻസ് പോളറൈസ്ഡ് ആണെന്ന് എങ്ങനെ തീരുമാനിക്കുക? വേറൊരു പോളറൈസ്ഡ് ലെൻസ് എടുക്കുക, എന്നിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് വെക്കുക. അപ്പോൾ ഫുൾ ഡാർക്ക് ആയിരിക്കും, ഒന്നും കാണില്ല. ഒരു പോളറൈസ്ഡ് ലെൻസ് ഇങ്ങനെ തിരിച്ചു നോക്കണ്ടോ, ഒരു ഭാഗത്തുമ്പോൾ ഫുൾ കാണും, മറ്റേക്കും ഡാർക്കോ. മാജിക് അല്ല അത്. കാരണം രണ്ട് സംഗതി ഹൊറിസോണ്ടലും വെർട്ടിക്കലും ബ്ലോക്കായി, പിന്നെ എന്ത് കയറാൻ? ഓട്ടോമാറ്റിക്കലി ഡാർക്കാവും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലായിട്ടുള്ള ബ്ലൈൻഡിങ് ലെയേഴ്സിന് അത് അത് കട്ട് ചെയ്യും. ഭയങ്കര കംഫർട്ടാണ്. ഒരേ ഒരു പ്രാവശ്യം ഈ ലെൻസ് നിങ്ങൾ ഒരു കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ, അദ്ദേഹം ഡ്രൈവറും കൂടി ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊടുത്താൽ മതി. പിന്നെ അദ്ദേഹം ചോദിച്ചു ഒന്ന് വാങ്ങും. പൊട്ടിപ്പോയാൽ എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും അതുമാത്രം കംഫർട്ട് ഇതിനുണ്ട്. നല്ല കളർ വിഷനും ഉണ്ടാകും, നല്ല കോൺട്രാസ്റ്റാണ്, നല്ല കംഫർട്ടുമാണ്. ഇറ്റ്സ് നല്ല ഐ സ്ട്രെയിൻ കുറയ്ക്കുകയും ചെയ്യും. ഒരു ഉദാഹരണം കാണിക്കാം. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ബെറ്റർ ചെയ്ത് ഡ്രൈവിങ്ങിലൊക്കെ പോകുമ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബസ്സിലൊക്കെ പോകുന്നതിനാണെങ്കിൽ ഡ്രൈവർ അപ്പുറത്തിരിക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പോളറൈസ്ഡ് ലെൻസ് ആണ്. ഇറ്റ്സ് ഓഫ് കോഴ്സ് ഡാർക്ക് ഇൻ കളർ. ഇറ്റ്സ് എ സെക്കൻഡ് പെയർ. നൈറ്റ് ഡ്രൈവിന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, നൈറ്റിൽ അത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അതിൻ്റെ കംഫർട്ട് തന്നെ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ആയൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, പിന്നെ അഗെയിൻ ഇപ്പം വരുന്ന LED സ്ക്രീൻസ് ഒക്കെ പോളറൈസ്ഡ് ആയതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഡിവൈസസ് ഒന്നും നോക്കാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പോൾ പൈലറ്റുമാർക്കൊന്നും നമുക്കത് സജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ കുറച്ച് ബാക്ക് ഹാൻഡ്സ് ഉണ്ടെങ്കിലും കൂടി, ഡ്രോബാക്സ് ഉണ്ടെങ്കിലും കൂടി, ഇറ്റ്സ് എ വെരി ഗുഡ് ലെൻസ്. Darkening color, best second pair option for drivers. It's a very nice lens. So that's all. Thank you very much. Thank you, sir. We appreciate the time, knowledge, and wisdom you have shared with us today. Now the session is open for discussion.